കഴിഞ്ഞ 26-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു സംഭവം. കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ദിവ്യ എന്ന 28-കാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. സംഭവ ദിവസം രാത്രി 8:30-ന് വീട്ടിലേക്ക് മടങ്ങിയ ദിവ്യ കൂനമ്പനയിൽ നിന്നും ബസ് കയറി. 18 രൂപയുടെ ടിക്കറ്റിന് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സർവീസിന്റെ തകരാറ് കാരണം യഥാക്രമം ഇടപാട് നടത്താൻ കഴിഞ്ഞില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ഇറക്കിവിടുകയായിരുന്നു. സർവീസിന്റെ തകരാറാണെന്നും അല്പസമയത്തിനകം കാശ് അയക്കാൻ കഴിയുമെന്നും ഇല്ലാത്തപക്ഷം സർവീസ് അവസാനിക്കുന്ന വെള്ളറടയിൽ ഇറങ്ങേണ്ട തനിക്ക് അവിടെ നിന്നും കാശ് തരപ്പെടുത്തി തരാൻ കഴിയുമെന്നും ദിവ്യ കണ്ടക്ടറോട് പറഞ്ഞെങ്കിലും ചെവിക്കൊള്ളാൻ കണ്ടക്ടർ തയ്യാറായില്ല. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് സെൻഡ് ആവുമായിരുന്നു. ആ ഒരു സാവകാശം കാണിക്കാതെ കാരക്കോണത്ത് ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ ക്യാഷ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, എനിക്ക് ഇറങ്ങടി എന്ന് പറഞ്ഞ് എനിക്ക് ക്ഷീണമായതുകൊണ്ട് ബുദ്ധിമുട്ട് ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് ധരിച്ചിരുന്നു. അപ്പോൾ അയാൾ കള്ള ലക്ഷണം കാണിക്കുന്നു, ഇതേപോലെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഇറങ്ങടി എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൂടെ ഇറങ്ങാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെ അങ്ങ് ഇറക്കി വിട്ടു. ഈ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത്. സ്ത്രീ പകൽ സമയം പോലും സുരക്ഷിതരല്ലാത്ത ഈ കാലത്ത് ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത കണ്ടക്ടറിന് നേരെ നിയമ നടപടി എടുക്കണമെന്ന ദിവ്യയുടെ സഹപ്രവർത്തക ആവശ്യപ്പെട്ടു. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇവിടെ ഈ ഇറക്കി വിട്ട സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ആർക്കും ഒരു പെൺകുട്ടിക്ക് ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾ ഉറപ്പുവരുത്തിയിരിക്കുമ്പോൾ തന്റേതല്ലാത്ത കാരണത്താൽ കേവലം 18 രൂപയ്ക്ക് രാത്രിയിൽ നടുവഴിയിൽ ഇറക്കിവിട്ട KSRTC ജീവനക്കാരന്റെ നിലപാടിൽ നടപടി വേണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. സംഭവത്തിൽ ദിവ്യ ഗതാഗത വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.